കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്നായിരിക്കില്ലേ നിങ്ങളെ സംശയം. നേരെ കൊച്ചിക്കാണ്. കൊച്ചിക്ക് പോകുന്ന എന്തിനാന്ന് മനസ്സിലായോ? ഈ ബാഗും കെട്ടുപാടും ഒക്കെ എന്തിനെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അത് തന്നെ, ഞാൻ പോകുന്നത് ഷൂട്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, എൻ്റെ കൈയൊക്കെ നിങ്ങൾ കമൻസ് ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടു. കുട്ടിക്ക് കൈ ഒന്ന് നോക്കാൻ നേരമില്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്ത് ചെയ്യാനാ, ഒന്നിനും സമയമില്ല, സത്യത്തിൽ സമയമില്ല. ഫുൾ ഡേ നമുക്ക് വർക്ക് ഉണ്ടാവും, ഷൂട്ട് അത് ഇതൊക്കെ ആയിട്ട് ഫുൾ തിരക്കിലാണ്. എൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഇനി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി 1 മണിക്കൂറെങ്കിലും ഞാൻ മാറ്റി വെക്കുന്ന കൃത്യമായിട്ട് ശബ്ദം ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നാട്ടിൽ നിന്ന് കയറിയ ബസ് നേരെ മാവോട് കൊണ്ട് നിർത്തി അവിടുന്ന് പോട്ടോ കയറിയിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം ട്രെയിനിന്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ഇങ്ങനെ ഓട്ടോ കയറി ഇങ്ങനെ വരുന്നത് ഏത് വഴി കൂടെ എന്നറിയാം, നമ്മളെ മാനാഞ്ചിറ മെയിൻ സ്ക്വയർ ഇല്ലേ, ആ സ്ക്വയറിലെ വഴി കൂടെയാട്ടോ വരുന്നത്. അങ്ങനെ അതിൻ്റെ നേരെ വന്ന് പള്ളിയൊക്കെ കടന്ന്, അതായത് അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടോ നമ്മൾ SM സ്ട്രീറ്റ് ഒക്കെ വരുന്നത്. ഈ വഴി കൂടെ തന്നെയാണ്, അതായത് ഈ വഴിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് വരുന്നത് SM സ്ട്രീറ്റ്. അങ്ങനെ SM സ്ട്രീറ്റൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ കോട്ടപ്പുറം ആശുപത്രിയൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ നേരെ ഇതാ കടക്കാൻ പോകുന്നത് ഇവിടേക്കാണ്. അതായത് റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ടോ. ഏകദേശം ചേട്ടനോട് പ്രാർത്ഥിച്ച് വിടാൻ പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല, ജെറ്റ് വിടുന്ന പോലെ വിട്ടത്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ, പറപ്പിച്ച് വിടുന്നുണ്ട്. എന്തായാലും എനിക്ക് എൻ്റെ ട്രെയിൻ മിസ്സായില്ല, എനിക്ക് കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ കിട്ടി. നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടാവും, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ, അതായത് റെയിൽ സ്റ്റേഷനുള്ളിലേക്ക് നമുക്ക് ഓട്ടോ നിർത്താൻ പറ്റില്ല. അങ്ങനെ സാധാരണ നിർത്താറുണ്ടായിരുന്നു, ഇപ്പം നിർത്തില്ല. കാരണം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ സ്റ്റോപ്പൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചേട്ടൻ പുറത്ത് വണ്ടി കൊടുത്തു. അങ്ങനെ ചേട്ടന് വണ്ടിയിൽ നിന്ന് ബാഗൊക്കെ ഞാൻ എടുത്ത് പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ സ്റ്റേഷനുള്ളിലേക്ക് ഞാൻ നടന്നു. കൂട്ടുകാരെ, എൻ്റെ ബാഗിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. വണ്ടി ഒന്ന് വന്നാൽ മതിയെന്ന് തോന്നിപ്പോയി. കാരണം റിസർവേഷൻ ആയതുകൊണ്ട് ഇനി പോയിട്ട് ഒന്ന് ഇരുന്നാൽ മതിയല്ലോ, എന്നിട്ട് വേണം എനിക്കൊന്ന് നന്നായിട്ട് ഉറങ്ങാൻ. എനിക്കൊരു ദിവസം എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ആ നൈറ്റ് എനിക്ക് എന്തായാലും ഉറക്കമുണ്ടാവില്ല. ഒന്ന് നേരെ വെളുത്ത് കിട്ടിയാൽ മതി എന്ന് തോന്നിപ്പോവും. പിന്നെ അതിൻ്റെ കൂടെ കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഉറക്കം നന്നായിട്ട് മിസ്സായി. ഇനി ഒന്ന് വണ്ടി നിർത്തി കയറി ഇരുന്നിട്ടോ കിടന്നിട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യണം. എന്തായാലും ഒരു 4-5 മണിക്കൂർ യാത്ര. നമ്മളെ വണ്ടി വന്നിരിക്കുകയാണ്, ഏറനാട് എക്സ്പ്രസ്. അടിപൊളിയായിട്ട് നല്ല സ്പീഡ് ഉണ്ടാവും എന്നൊന്നും വിചാരിക്കേണ്ട, ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഏറനാട് എക്സ്പ്രസ് പോവുക. എക്സ്പ്രസ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. ഇന്നെന്താ ദേവി, നല്ല തിരക്കുണ്ടല്ലോ. എന്തേലും ആവട്ടെ, സീറ്റ് ഉണ്ടാകുമല്ലോ. ഗൈസ്, അപ്പോൾ വണ്ടി നിർത്തി. അപ്പോൾ D4 ആണ്. അപ്പോൾ D4 തെരഞ്ഞ് നടക്കുക. ഇത് സ്ഥിരം പരിപാടിയാണല്ലോ, തെരഞ്ഞ് നടന്നു. അങ്ങനെ നമ്മളെ സീറ്റും നമ്പറൊക്കെ കണ്ടു. അങ്ങനെ ഇവിടെ കുത്തിയിരുന്നു. കമ്പാർട്ട്മെൻറ്റ് അത്ര തിരക്കൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു യാത്രക്കാരൊക്കെ കുറവാണെന്നുള്ളത്. അങ്ങനെ നാട്ടിൽ നിന്ന് ഞാൻ ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കുകയാണ്. ഷൂട്ടിൻ്റെ കാര്യത്തിന് ഞാൻ മാസങ്ങളിൽ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ മാറി നിൽക്കാറുണ്ട്. ഇതെനിക്ക് ശീലമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്ത് ഇതാ കോഴിക്കോട് കഴിഞ്ഞിരിക്കുക കേട്ടോ. ഇനി മെല്ലെ വണ്ടി എങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഈ യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണേ. അതായത് ഒന്നാമത് ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം പാട്ടുകൾ കേൾക്കുക, ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക, പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കുക, ചെറിയ വിഷയങ്ങളോ ചെറിയ കഴിഞ്ഞു പോലുള്ള സന്തോഷമുള്ള കാര്യങ്ങളും സങ്കടമുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും. അത് ശരിക്കും നല്ലതല്ല, എന്നാലും അതിലൊരു സുഖമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ മുഖമൊക്കെ നോക്കി ഭയങ്കര ടയേർഡല്ലേ. ഞാൻ ഈ വെയിലും മഴയും ഒന്നും ശ്രദ്ധിക്കാറില്ല. അമ്മ എപ്പോഴും പറയാറുണ്ട്, നീ നിൻ്റെ ജോലി ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നീ നിൻ്റെ മുഖവും ശരീരവും നോക്കണം, നീ നിന്നെ മറന്നു പോരുത്, ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അമ്മ. എന്ത് ചെയ്യാനാ, ഒരു ഓട്ടമാണ്. പിന്നെ എൻ്റെ പൊന്നാരമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന എഗ്ഗ് ബിരിയാണി കേട്ടോ. അത് എഗ്ഗ് ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. പറയുമ്പോൾ പോലും എൻ്റെ വായന്ന് വെള്ളം വരുന്നുണ്ട്. ഗൈസ്, എൻ്റെ കയ്യിലുള്ള ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുണ്ട്. അമ്മ രാവിലെ തന്നെ ഉണ്ടാക്കി, അപ്പോൾ തന്നെ പൊതിഞ്ഞ്, ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഞാൻ വയറ് നിറയെ കഴിച്ചു. അങ്ങനെ ഇത്തിരിച്ച് എനിക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. ഒന്നാമത് കയ്യിലും മടിയിലൊക്കെ തൊഴിഞ്ഞാലെന്ന് വിചാരിച്ചിട്ട് പതുക്കെ കഴിച്ചു.
എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ് കേട്ടോ, ട്രെയിനിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ മാക്സിമം കുറയ്ക്കാം. നമ്മൾ അർജൻറ്റായിട്ട് വാങ്ങി കഴിക്കുന്നത് പോലെയല്ല. ട്രെയിനിൽ നിന്നൊക്കെ നല്ല ഫുഡാണോ, എങ്ങനത്തെ ഫുഡാണ് ഉണ്ടാക്കുന്നത് ഒന്നും നമുക്ക് പറയാനോ അറിയാനോ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മളത് കഴിക്കാം. നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഒരൊറ്റ തവണ വട കഴിച്ചതിൽ ഞാൻ ഒരാഴ്ച ആശുപത്രി കിടന്ന ഒരാളാണ്. അപ്പോൾ ആശുപത്രി കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ആകുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും. വയറുവേദന എടുത്ത് പണ്ടാരടങ്ങിപ്പോവും. എൻ്റെ അമ്മയുടെ എഗ്ഗ് ബിരിയാണിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഇടുന്നുണ്ട് കേട്ടോ. സീറ്റിൽ ആളില്ലാത്തത് കൊണ്ടും ട്രെയിനിൽ നല്ല തിരക്കില്ലാത്തത് കൊണ്ടും ചെറിയൊരു ഉറങ്ങാന്നൊക്കെ തോന്നി. അങ്ങനെ മെല്ലെ കണ്ണടച്ച്, ശരിക്കും നന്നായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. എനിക്കത്ര പൊതു സ്ഥലങ്ങളിൽ ഉറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് കിടക്കാനേ കഴിയുള്ളൂ, ബോധമില്ലാതെ ഒന്നും ഉറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് മെല്ലെ കുറച്ച് നേരം കിടന്നു. അങ്ങനെ ഷൊർണൂരൊക്കെ എത്തിയപ്പം ഒരു 7ൻ്റെ വെള്ളമൊക്കെ വാങ്ങി 7ൻ്റെ വെള്ളം കുടിച്ചു. കാരണം നല്ല ചൂടല്ലേ, തണുപ്പില്ലാതെ നടക്കില്ല. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. രണ്ടാമത് യാത്ര സ്റ്റാർട്ടായി. നല്ല സുഖമല്ലേ, ബിരിയാണിയൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എണീക്കുമ്പം നല്ല തണുത്ത വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കാര്യം പറയുകയാണെങ്കിലേ, ഉറക്കത്തിൻ്റെ ചിലവിൽ ഞാൻ പോയി വെള്ളം മേടിച്ചു. ഡേറ്റും കാര്യങ്ങളും ഒന്നും നോക്കിയില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും നോക്കണം, ഏത് കുപ്പിവെള്ളം മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഡേറ്റ് കഴിഞ്ഞോ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. പിന്നെ എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടതെന്നറിയോ, നമ്മൾ ഈ നാട് കോഴിക്കോട് വിട്ട് കഴിഞ്ഞാൽ പാലക്കാട്, ചാലക്കുടി ഈ ഭാഗങ്ങളിലുള്ള വയലും സ്ഥലങ്ങളും പാടങ്ങളും ഒക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഓരോ വീടുകളൊക്കെ ഈ വയലിൻ്റെയൊക്കെ സെൻട്രലായിട്ട് എന്ത് രസമാണെന്ന് പറയാൻ കാണാൻ. അപ്പോൾ ഒന്നാമത് വിൻഡോ സീറ്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് എന്നെ ഞാൻ ബുക്ക് ചെയ്തതും. അപ്പം അങ്ങനെ ഇരുന്ന് കണ്ട് ഇങ്ങനെ ഓർമ്മകളൊക്കെ ആയവർക്കും ഒരു പ്രത്യേക സുഖമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ, ട്രെയിനിൽ വിൻഡോ സീറ്റിൽ ഇരിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? ആർക്കാലേ ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ന് എനിക്കറിയാം. ദൂര സ്ഥലങ്ങളിൽ പോകുമ്പോഴേ ട്രെയിനിൽ പോകുന്നതാണ് ഏറ്റവും നല്ല എളുപ്പമുള്ള മാർഗം എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ യാത്രാക്ഷീണമൊക്കെ കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ചാലക്കുടിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വയലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവില്ലേ, മൊത്തത്തിലുള്ള നെല്ലുകളൊക്കെ ഏകദേശം കൊയ്യാറായിട്ടുണ്ട്. ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കണ്ട ഒരാളാട്ടോ ഈ പാട്ട് പാടുന്ന ആള്. ട്രെയിനിൽ നല്ല ഭംഗിയായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് ഇഷ്ടപ്പെട്ടിട്ട് ആളുകൾ പൈസ എല്ലാം കൊടുക്കുന്നുണ്ട്. കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അയാൾ ജീവിക്കട്ടെ അല്ലേ. നമ്മളിപ്പോൾ എവിടെ എത്തിയെന്നറിയോ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ അടുത്തെത്തി. ആ പരന്നെടുക്കുന്ന ഫുള്ളും സോളാർ പാനലാണേ ഗൈസ്. നമുക്ക് ഇവിടെ നോക്കിയിട്ട് ഒരു പ്ലെയിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹമാണ് പ്ലെയിനിൽ കയറണം എന്നുള്ളത്. എപ്പോഴെങ്കിലും ദൈവം എനിക്കത് സാധിച്ചു തരും എന്നുള്ളത് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. എപ്പോഴെങ്കിലും അത് നടക്കും. ഞാൻ അതിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട് ഗൾഫിലൊക്കെ പോയ ആളുകൾ. ഈ പ്ലെയിനിലൊക്കെ പോകുന്ന അനുഭവങ്ങൾ പറയുമ്പോഴേ ഞാൻ പൊളിച്ച് കേട്ടിരുന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും നടക്കും, എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. എൻ്റെ അമ്മ പറയാറുണ്ട്, നീ നന്നായിട്ട് ആഗ്രഹിക്കുക, അപ്പോൾ നിനക്ക് എന്തായാലും ആ കാര്യങ്ങൾ കിട്ടുന്നുള്ളത്. അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ സ്വപ്നം എപ്പോഴെങ്കിലുമൊക്കെ സഫലമാവുകയും ചെയ്യും. നിങ്ങളിത് കണ്ടോ? ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞ് അമ്പലമുണ്ട്, ഒരു കുഞ്ഞ് വീടും ഉണ്ട്. എന്ത് രസമല്ലേ കാണാൻ. ഇത്രയും ഡെവലപ്പായിട്ടുള്ള നാട്ടിൽ ആ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു അമ്പലം, ഒരു കുഞ്ഞു വീടും വളരെ ഭംഗിയായിട്ടില്ലേ കാണാൻ. ഞാൻ വളരെ സാഹസികമായിട്ടെടുത്ത ചെറിയ വീഡിയോ ആട്ടോ ഇത്. കാരണം ഫോൺ എങ്ങനെ താഴെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയും വ്ളോഗും എല്ലാം കൂടെ വെള്ളത്തിലാവുമായിരുന്നു. പക്ഷെ എനിക്ക് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റി കേട്ടോ. അപ്പോളേ ഞാനിപ്പോൾ എവിടെ എത്തിയെന്നറിയോ, ആലുവ സ്റ്റേഷനിലെത്തിയേ. വണ്ടി നിർത്തിയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. കുറേ നാടോടി സ്ത്രീകളുണ്ട്, ബാഗും അവരുടെ കുട്ടികൾ, അവരുടെ ഭർത്താക്കന്മാരാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ പേര്. പക്ഷേ സ്ത്രീകളുടെ പേര് മാത്രം ഞാനൊരു കാര്യം കണ്ടു, നിറയെ പച്ച കുത്തിയിട്ടുണ്ട്. അവിടെ നെറ്റി ഭാഗത്ത് കണ്ടു ഒരു ഗോപിക്കുരി പോലെ തൊട്ടിട്ട്
അതിൻ്റെ മുകളിൽ ചുറ്റും പച്ച കുത്തി കുത്തു പോലെ വെച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ മാത്രമല്ല പച്ച കുത്തി വെച്ചിരിക്കുന്നത്, അവരുടെ കാലിലൊക്കെ പച്ച കുത്തിയിട്ടുണ്ട്. ആ സ്ത്രീയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വളരെ വൃത്തിയില്ലാതെയൊക്കെയാണ് കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം കൂടെ കണ്ടു, അവരുടെ കയ്യിൽ നല്ല വില കൂടിയ ഫോണുകളാണുള്ളത്. അപ്പം അവരുടെ കയ്യിലുള്ള പല സാധനങ്ങളും അത്രയും വിലയുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഫോണല്ല, 2 or 3 ഫോൺ ആ കവറിൻ്റെ അകത്തുണ്ട്. അപ്പം കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുന്നുണ്ട് നല്ല പൗച്ച്, വലിയ ഫോണ്. ഏതാ സെറ്റ് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആ ഫോൺ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. 2 ഫോൺ കുഞ്ഞ് എടുത്തു നോക്കി, ആ കവറിലേക്ക് തന്നെ വെച്ചു. എന്താ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ ഫാമിലിയായിട്ട് വന്നായിരിക്കും. ഇല്ല, കുട്ടികളൊക്കെ ഭയങ്കര അവിടെ കിടന്ന് ഉരുളുന്നുണ്ട്, മണ്ണിൽ കിടന്ന് ഉരുളുന്നുണ്ട്. നല്ലപോലെ ഡ്രസ്സ് ചെയ്തിട്ടില്ല, മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്. എന്തോ നമ്മളെ ഈ ആലുവ സ്റ്റേഷനിൽ നിന്നൊക്കെയാണ് നമുക്ക് കൊച്ചിയിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നത്, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അങ്ങനെയുള്ള ആളുകളൊക്കെ. എന്താണെന്നറിയില്ല. അങ്ങനെ വണ്ടി സ്റ്റേഷനിൽ നിന്ന് എടുത്തു കേട്ടോ. കുറേ കാഴ്ചകൾ കാണുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊരു കാഴ്ച. അങ്ങനെ വണ്ടിയിലിരുന്നു, ആകെ മുഷിഞ്ഞ് ക്ഷീണം പിടിച്ചിട്ടോ എനിക്ക്. കൊച്ചിയിലിനി എത്താൻ കുറച്ച് നേരം കൂടി ഇല്ലേ കേട്ടോ. അപ്പോൾ ഗൈസ്, ഒരു 5 മണിക്കൂറായിട്ടോ ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് മിനിറ്റ് കൂടെ ഉള്ളൂ കൊച്ചിയിൽ എത്താനായിട്ട്. എത്തിയിട്ട് വേണം നല്ല ചൂട് ചായ കുടിക്കാൻ. പിന്നെ എൻ്റെ ഒരു സ്വഭാവം കേട്ടോ ഡയറി എഴുതുന്നത്. എന്നും അങ്ങനെ ഡയറി എഴുതുന്നില്ല, വിഷമോ അല്ലെങ്കിൽ സന്തോഷമൊക്കെ വരുമ്പോൾ ഞാനത് കയ്യിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ കുറിച്ചിടും. അപ്പം ഞാനിപ്പോൾ കൊച്ചിയിലെത്തി, വണ്ടി ഇപ്പോൾ ഏകദേശം സ്ലോ ആക്കിയിട്ടുണ്ട് നിർത്താൻ വേണ്ടിയിട്ട്. ഇനി ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാൻ നിൽക്കാം. അങ്ങനെ ഞാൻ കൊച്ചിയിലെത്തിയിട്ട് ഇനി പെട്ടെന്ന് ഒന്നും നോക്കണ്ട, ഒരു ചായ കുടിച്ചിട്ട് നേരെ ഹോട്ടലിൽ പോകണം, റെസ്റ്റ് ചെയ്യണം. എനിക്കിവിടെ റൂമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കൊച്ചി തന്നെയുള്ള ഗ്രീൻ വില്ല എന്ന് പറയുന്ന ഹോട്ടലിൽ തന്നെയാണ് നമുക്ക് റൂം വന്നത്. അതായത് നമ്മുടെ ഓഫീസിൻ്റെ നേരെ തൊട്ടടുത്തുള്ള ഹോട്ടൽ തന്നെയാണ് കേട്ടോ. ഈ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള റൂം. ചൂടല്ലേ, അങ്ങനെ AC ഒക്കെ ഓൺ ചെയ്ത് അങ്ങനെ സുഖമായിട്ട് ഞാൻ റെസ്റ്റ് ചെയ്തു. നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് ഷൂട്ട് തുടങ്ങും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരോടും എൻ്റെ വ്യൂവേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, താങ്ക് യു സോ മച്ച്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഒരുപാട് താങ്ക് യു ഉണ്ട് എല്ലാവർക്കും. ഇനി എനിക്ക് ബാഗിലുള്ള ഡ്രസ്സൊക്കെ അടുക്കി പെറുക്കി എടുത്ത് വെക്കണം. അതിനു മുമ്പ് ഞാൻ റൂമൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണേ. ബാത്റൂമൊന്നും കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയാണ്. അടുത്തൊരു കുഞ്ഞു വ്ളോഗായിട്ട് വരുന്നത് വരെ എല്ലാവരോടും സൈനിങ് ഓഫ്. അങ്ങനെ ചൂടത്ത് ഞാൻ AC ഒക്കെ ഇട്ട് ചില്ല് ചെയ്തൊന്ന് ഉറങ്ങാൻ പോവുകയാണേ. അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ്.